മോളെ സ്കൂളിൽ കൊണ്ടാക്കിയോ? ആർച്ചമോളെ, ഭദ്രമോളെ. അയ്യോ, മക്കൾ രണ്ടും ഇവിടെ പോയി? അച്ഛനെയും കാണുന്നില്ലല്ലോ. അച്ഛാ, അച്ഛാ, അച്ഛാ. മാഷ് കുട്ടികളെയും കൂട്ടി പോയല്ലോ അമ്പിളി. കുട്ടികളെ കൊണ്ടുപോയെന്നോ? എങ്ങോട്ട്? അത് പറഞ്ഞില്ല. കുട്ടികൾ ഇനി മാഷിന്റെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഷേ, അച്ഛനത് എന്ത് പണിയാ കാണിച്ചത്? ഞാൻ ലച്ചുമോളെ നഴ്സറി കൊണ്ടുവിടാൻ പോയതല്ലേ. ഞാൻ വരുന്നത് വരെ ഒന്ന് കാത്തിരിക്കായിരുന്നല്ലോ അച്ഛന്. അല്ല, എങ്ങനെ ശാന്തിച്ച് പോയത്? കാറിലാണോ? അല്ല, മാഷ എന്നോടൊരു ഓട്ടോ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ജംഗ്ഷനിൽ പോയി ഓട്ടോ വിളിച്ചു. ആ ഓട്ടോയിലാ പോയത്. അച്ഛനെന്തോ കണക്ക് കൂട്ടിയിട്ട് തന്നെയാ പോയത്. രാവിലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ ഇതെന്തു പറ്റി? ഷേ, ഞാൻ കുട്ടിക്ക് വേണ്ടി ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കൊണ്ടാ വന്നത്. അച്ഛന്റെ ഒരു കാര്യം. അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അപ്പൊ എന്തോ മനസ്സിൽ വെച്ച് മനഃപൂർവ്വം പോയതാ. ഈശ്വര, ഇനി എന്റെ വായിന്ന് അറിയാതെ വല്ലതും വീണു പോയോ എന്തോ. അച്ഛനിപ്പോ പഴയതുപോലെയല്ല, ഒന്നും തുറന്നു പറയില്ല, മനസ്സിൽ വെച്ച് പെരുമാറും. ഇനി രഘുവേട്ടൻ വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് പറയും എന്തോ. ഓടല്ലേ, ആരും ഓടല്ലേ, മുത്തച്ഛൻ വരാതെ പോവല്ലേ. മുത്തച്ഛത്ത ഓട്ടം നിന്ന് പൈസ കൊടുക്കാം കേട്ടോ. ആ ശശി, അതെ. ആ ബാബാ ബാബാ. ആ മക്കളെ, ഇതാ നമ്മുടെ വീടെത്തി. ദേ ഭാനുവമ്മ. ആ ഇതാര വന്നേക്കണം നോക്കി. ഞങ്ങളെത്തി. അല്ല, ആരൊക്കെയാ ഇത്? അല്ല, ഇത് ചീരുന്റെ മക്കളല്ലേ മാഷ? അതെ അതെ. ഭാനുമയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ ഇവരെ? അത് പിന്നെ മനസ്സിലാകാതിരിക്കുവോ മാഷേ? കുറച്ചുനാള് ഞാനും ഇവരെ നോക്കിയതല്ലേ. മക്കളെ, അമ്മൂമ്മയെ മനസ്സിലായോ? ഇല്ല അല്ലേ? ആ, പിന്നെ കുറച്ച് കഴിയുമ്പോ ഓർത്തോളും മാഷേ. കുറച്ചുകൂടെ വലുതാവട്ടെ അല്ലേ? നമുക്കേ അകത്തേക്ക് പോയാലോ? ദേ, ഇതാണ് ഇനി നമ്മുടെ വീട് കേട്ടാ. മക്കള് വാ. ഇനി മുതല് നമ്മൾ ഈ വീട്ടിലാണ് താമസിക്കുന്നത് കേട്ടോ. വാ വാ, രണ്ടുപേരും ഇവിടെ ഇരുന്നോട്ടോ. ദേ ആനക്കുട്ടി, ദേ ഒരു പുലിക്കുട്ടി. മുത്തശ്ശനിപ്പോ വരാട്ടോ മാഷേ. അല്ല, ഇവരെ വിനയന്റെ വീട്ടിൽ നിന്ന് മാഷ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാണോ? അല്ല ഭാനുമേ, വിനയൻ ഇവരെ ഇന്നലെ അമ്പിളിയുടെ അടുത്ത് കൊണ്ടുവന്ന് വിട്ടിട്ട് പോയി. ഇന്ന് ഞാൻ എന്റെ ഈ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഇനി കുറച്ചു ദിവസം ഇവരിവിടെ നിൽക്കട്ടെ, ഞാൻ നോക്കിക്കോളാം അവരെ. ഭാനുമ്മയുടെ സഹായം എനിക്കുണ്ടായാൽ മാത്രം മതി. അതിനെന്താ, മക്കൾക്ക് ഇവിടെ ഒരു കുറവും വരാതെ ഞാൻ നോക്കിക്കോളാം. പിന്നെ ആവശ്യമുള്ളത് മാഷ് എത്തിച്ചു തന്നാ മാത്രം മതി. അതൊക്കെ ഞാൻ ഏറ്റു. ഒന്നിനും ഒരു കുറവും ഞാൻ ഇവർക്ക് വരുത്തില്ല. കുറച്ച് ദിവസത്തെ കാര്യം മാത്രമല്ലേ ഉള്ളൂ ഭാനുമേ. മഞ്ചാടിമോളുടെ പരീക്ഷ കഴിഞ്ഞാ ഞങ്ങൾക്ക് പഞ്ചരത്നത്തിലേക്ക് പോവാം. പിന്നെ അവിടെ ആയിരിക്കും ഞങ്ങളുടെ ലോകം. അപ്പോ വിനയൻ ഇനി ഇവരെ തേടി വരത്തില്ലേ മാഷേ? അല്ല, ചീരുവിനെ ഇനി അവന് കിട്ടില്ല എന്ന് തോന്നിയപ്പോ വിനയൻ അവന്റെ തനിക്കൊണം പുറത്തെടുത്തു അല്ലേ മാഷേ?